സൗഹൃദ നിമിഷങ്ങൾ അനശ്വരമാക്കാൻ സ്വാദിഷ്ടമായ ആഹാരം ആവശ്യമാണ്. വെൽക്കം ബാക്ക് ടു കിച്ചൺ എക്സ്പെർട്ടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നത്? ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എന്താണ് സ്പെഷ്യൽ? എന്താണ് നിങ്ങൾ ആ സ്പെഷ്യൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തത്? അതിൽ പ്രത്യേകിച്ച് അങ്ങനെ പറയാനും ഒന്നുമില്ല. നമ്മുടെ നാടൻ സ്റ്റൈലിൽ നമ്മൾ ഇതിനകത്ത് കെമിക്കലോ അങ്ങനെയൊന്നും ചേർക്കാതെ ഞങ്ങളൊരു പുതിയ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങളതിൻ്റെ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ എന്തൊക്കെ ചേർത്തിട്ടുണ്ട്, എന്താണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്, അത് നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലാതെ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോഴോ അങ്ങനെ വേറെ എവിടെ നിന്ന് കഴിക്കുമ്പോഴുള്ള മണമോ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് വരത്തില്ല. ഇത് നാച്ചുറൽ നമ്മളെ നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. അത് നിങ്ങൾ ഇത് എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവർക്കും ഓണ ആശംസകൾ.
നോക്കിയിട്ട് എങ്ങനെയുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, വിഭവം നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആയിരുന്നതുകൊണ്ട് ഇന്ന് നോൺ വെജ് ആണ്. എന്തായാലും ടേസ്റ്റ് നോക്കാൻ തയ്യാറായിരിക്കുകയാണ്. ആർട്ടിഫിഷ്യലായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല ഇതിൽ. നിങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ റിസോർട്ടിലൊക്കെ പോയി ഹോട്ടലിൽ നിന്ന് വിട്ട് കഴിക്കുന്നതിന് ആ ഒരു മണം, ഇതിൻ്റെ ഫ്ലേവറൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു ഇത് ഇവിടെ എനിക്ക് കിട്ടുന്നില്ല. എന്നാലും ഞാനിപ്പോൾ കഴിച്ച് നോക്കുകയാണ്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് കഴിച്ചിട്ട് പറയാം. കുറച്ച് ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ബിരിയാണി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ കഴിച്ചിട്ട് പറയാം. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ എൻ്റെ ഒരു സഹോദരിയൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റാണ് തോന്നുന്നത്. പിന്നെ ഈ നമ്മൾ ഹോട്ടലിൽ ചെന്ന് കഴിക്കുമ്പോഴുള്ള ഒരു ഭയങ്കര ഒരു സ്മെല്ലും ഒരു മണവും കാര്യങ്ങളും അതൊക്കെ ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റിയ ആ ഒരു രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും സംഭവം കൊള്ളാം. നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കാൻ ശ്രമിച്ച് അതുപോലെ ഏകദേശം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്തായാലും സംഭവം കൊള്ളാം. ആർട്ടിഫിഷ്യൽ ഇതിലൊന്നും ഉപയോഗിച്ചിട്ടില്ല, അതാണ് ഇതിൻ്റെ പ്ലസ് പോയിന്റ്. ഇത് ചിക്കൻ ഫ്രൈ ആണ്, അതും കൂടെ ഒന്ന് കഴിഞ്ഞോളാം. കൊള്ളാം. അതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു മസാല കൂട്ടാണ്. മസാല കൂട്ടെന്ന് പറഞ്ഞാൽ അതിൽ കാണിച്ചിരിക്കുന്നത് അത് തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നാട്ടിൻ പ്രദേശത്തുള്ള ആ ഒരു ഇത് തന്നെയാണ്. പക്ഷേ സംഭവങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഹാപ്പിയാണ്.